നമസ്കാരം, ഞാൻ ഡോക്ടർ നിർമ്മൽ, MBR ക്യാൻസർ സെന്ററിലെ കമ്മ്യൂണിറ്റി ഓൺകോളജി വിഭാഗം കൺസൾട്ടന്റ് ആണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന സെർവൈക്കൽ ക്യാൻസർ വാക്സിനേഷനെ കുറിച്ചാണ്. സെർവൈക്കൽ ക്യാൻസർ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഗർഭാശയകള ക്യാൻസറിനെതിരെയുള്ള ഒരു പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, സെർവൈക്കൽ ക്യാൻസർ ഇന്നും ലോകമെമ്പാടും 4ാം സ്ഥാനത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ, അല്ലെങ്കിൽ 25% കേസുകൾ, ലോകത്തുള്ള കേസുകൾ ഇന്നും ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ എല്ലാ ക്യാൻസറിന്റെയും ഏകദേശം 10% വരും സെർവൈക്കൽ ക്യാൻസർ. ഇന്ത്യയിലെ സ്ത്രീകളിൽ ക്യാൻസർ കാരണമുള്ള മരണങ്ങളിൽ ഇപ്പോഴും 2ാം സ്ഥാനത്താണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സെർവൈക്കൽ ക്യാൻസർ. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാൻസറിനെതിരെ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ ഉണ്ടാവുക? ക്യാൻസർ എന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് കോശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു രോഗമാണ്. അപ്പം എങ്ങനെയാണ് അങ്ങനത്തെ ഒരു രോഗത്തിനെതിരെ ഒരു വാക്സിനേഷൻ നടക്കുക, സാധ്യമാകുക? അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എങ്ങനെ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സെർവൈക്കൽ ക്യാൻസർ വരാനുള്ള കാരണം എന്ന് പറയുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന HPV വൈറസ് എന്ന് പറയുന്ന ഒരു അണുബാധ കാരണമാണ്. ഇനി എപ്പോഴാണ് ഈ അണുബാധ ഉണ്ടാവുക? എല്ലാ സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരിലും, സ്ത്രീകളിലും പുരുഷന്മാരിലും, ഒട്ടുമിക്ക സ്ത്രീകളിലും പുരുഷന്മാരിലും, സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒട്ടുമിക്ക സ്ത്രീകളിലും പുരുഷന്മാരിലും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമായിട്ട് ഈ HPV അണുബാധ ഉണ്ടാവുന്നതാണ്. പക്ഷെ 90% ആൾക്കാരിലും അവരുടെ പ്രതിരോധ ശേഷി വെച്ചിട്ട്, നമ്മളുടെ ഒരു ഇമ്മ്യൂൺ സ്റ്റാറ്റസ് വെച്ചിട്ട് ഈ വൈറസിനെ നമുക്ക് തുടച്ചു നീക്കാൻ പറ്റും. ചുരുക്കം ചില പേരിൽ, അതായത് ഒരു 10% പേരിൽ ഈ HPV അണുബാധ ഒരു പെർസിസ്റ്റന്റ് HPV ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ കുറെ നാൾ അവിടെ തന്നെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. കുറെ നാൾ ഒരു പെർസിസ്റ്റന്റ് HPV ഇൻഫെക്ഷൻ ആയിട്ട് അവിടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഒരു പെർസിസ്റ്റന്റ് HPV ഇൻഫെക്ഷനായി നിലനിൽക്കുന്ന വ്യക്തികളിൽ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ ഈ വൈറസ് കാരണം ആ ഗർഭാശയഗളത്തിന്റെ അവിടെ, സെർവിക്സിന്റെ അവിടുത്തെ കോശങ്ങളിൽ മാറ്റം വന്നിട്ട് അത് ഭാവിയിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഒരു വാക്സിൻ എന്ന് പറയുന്നത് ഈ അണുബാധയ്ക്കെതിരെയാണ്, അല്ലെങ്കിൽ ഈ ഒരു HPV വൈറസ് എന്ന അണുബാധ ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വാക്സിനേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സെർവൈക്കൽ ക്യാൻസർ വാക്സിനേഷൻ. HPV വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 200ഓളം ടൈപ്പ് ഓഫ് HPV വൈറസ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏകദേശം 200ഓളം ടൈപ്പ് HPV വൈറസ് ഉണ്ട്. പക്ഷെ 200 ടൈപ്പ് HPV വൈറസും പ്രശ്നക്കാരല്ല. ഇതിൽ തന്നെ ഒരുപാട് ഹൈറിസ്ക് ടൈപ്പ് ഓഫ് വൈറസ് ഉണ്ട്, ലോ റിസ്ക് ടൈപ്പ് ഓഫ് വൈറസും ഉണ്ട്. ക്യാൻസർ നേരിട്ട് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഏകദേശം 12-13 തരം HPV വൈറസ് ടൈപ്പുകളുണ്ട്. അപ്പം നമ്മൾക്കുള്ള ഈ ക്യാൻസർ വാക്സിനേഷൻ, അല്ലെങ്കിൽ ഈ സെർവൈക്കൽ ക്യാൻസർ വാക്സിൻസ് എല്ലാം ഈ ഹൈറിസ്ക് ടൈപ്സ്, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ ശേഷിയുള്ള കുറച്ച് ടൈപ്പുകൾക്ക് എതിരെയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇനി ഏത് തരത്തിലുള്ള വാക്സിൻസ് ആണ് ഇപ്പോൾ HPVക്ക് എതിരെയുള്ളത്? അപ്പം ആദ്യകാലങ്ങളിൽ പുറത്തു വന്ന വാക്സിൻ ആയിരുന്നു ഒരു ബൈവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. ബൈവാലന്റ് വാക്സിൻ എന്ന് പറയുമ്പോൾ HPVന്റെ പ്രധാനപ്പെട്ട 2 ടൈപ്പുകൾക്കെതിരെ, 16ഉം 18ഉം 16 and 18 ടൈപ്പുകൾക്കെതിരെ, ഹൈ റിസ്ക് ആയിട്ടുള്ള ടൈപ്പുകൾക്കെതിരെ വന്നൊരു വാക്സിനാണ് ഈ ബൈവാലന്റ് വാക്സിൻ. ബൈവാലന്റ് വാക്സിന് ശേഷം വന്നൊരു വാക്സിനാണ് ക്വാഡ്രിവാലന്റ് വാക്സിൻസ്. ക്വാഡ്രിവാലന്റ് വാക്സിൻസ് കുറച്ചുകൂടെ 1-2 ടൈപ്പ് കൂടെ, അതായത് 16, 18 കൂടാണ്ട് 6ഉം 11ഉം എന്ന ടൈപ്പിനെതിരെയും കൂടെ ഈ വാക്സിൻസ് പ്രവർത്തിക്കും. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നോണാവാലന്റ് വാക്സിൻസ്. അതായത് 6, 11, 16, 18 കൂടാണ്ട് വീണ്ടും വേറൊരു 5 ടൈപ്പിനെതിരെയും കൂടെ, അതായത് മൊത്തത്തിൽ 9 ടൈപ്പിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു വാക്സിനാണ് നോണാവാലന്റ് വാക്സിൻസ്. ഏകദേശം നമ്മൾ ഈ ഒരു ബൈവാലന്റ്, ക്വാഡ്രിവാലന്റ് വാക്സിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏകദേശം ഒരു 85%ഓളം സെർവൈക്കൽ ക്യാൻസർ വാക്സിൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സെർവൈക്കൽ ക്യാൻസർ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഒരു നോണാവാലന്റ് വാക്സിൻ 9 ടൈപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വാക്സിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 98%ഓളം പ്രിവെൻഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ഒരു ക്വാഡ്രിവാലന്റിലേക്ക് കൂടുതൽ ഒരു 10 മുതൽ 15%ഓളം പ്രൊട്ടക്ഷൻ നമുക്ക് ഒരു നോണാവാലന്റ് വാക്സിൻ ഉപയോഗിച്ചാൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ആർക്കൊക്കെ ഈ വാക്സിൻ എടുക്കാൻ പറ്റും?
ആദ്യ കാലങ്ങളിൽ നമ്മൾ പൊതുവെ പറഞ്ഞിരുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ വാക്സിൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് പറയുന്നു, ആൺകുട്ടികൾക്കും ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. ഇനി ഏത് പ്രായം മുതലാണ് വാക്സിൻ എടുക്കാൻ പറ്റുക, ഏത് പ്രായത്തിലാണ് വാക്സിൻ എടുക്കാൻ പറ്റുക? ഏത് പ്രായത്തിലെ വാക്സിൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സമയം സെർവൈക്കൽ ക്യാൻസർ വാക്സിൻ എടുക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് സെക്ഷുവലി ആക്റ്റീവ് ആവുന്നതിന്റെ മുമ്പാണ്. അപ്പോൾ തന്നെ നമ്മൾ പറയും ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഒരു 9-10 വയസ്സായി കഴിഞ്ഞാലാണ് ഈ വാക്സിൻ എടുക്കാനുള്ള ഏറ്റവും നല്ല സമയം. ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ 3 ഏജ് ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 9 മുതൽ 14 വയസ്സ് വരെ, 14 മുതൽ 26 വയസ്സ് വരെ, അതിന് മുകളിലുള്ളവർ, അതായത് ഏകദേശം ഒരു 45 വയസ്സ് വരെയുള്ളവർ. അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് കൊടുക്കുക? നമ്മൾ പൊതുവെ പറയാം 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 ഡോസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 ഡോസ് വാക്സിനാണ് ഉദ്ദേശിക്കുന്നത്. പറയാൻ പോകുന്നത് ഞാൻ കൂടുതലും ക്വാർട്ടറി വാലന്റിന്റെയും നോണ വാലന്റിന്റെയും ഡോസിനാണ്. നമ്മളുടെ ബൈവാലന്റ് വാക്സിൻസ് ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ കൂടുതലും ഉള്ളത് പറയാൻ ഉദ്ദേശിക്കുന്ന ക്വാർട്ടറി വാലന്റിന്റെയും നോണ വാലന്റിന്റെയും കുറിച്ചാണ്. 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഏകദേശം 2 ഡോസ് വാക്സിനാണ് കൊടുക്കുന്നത് 6 മാസം ഇടവേളയിൽ. അതായത് ഒരു വാക്സിൻ ഒരു ഡോസ് ഫസ്റ്റ് ഡോസ് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ 6 മന്ത്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നു. ഇത് മാത്രം മതി, ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ അവർക്ക് സെർവൈക്കൽ ക്യാൻസറിനെതിരെ കിട്ടും. രണ്ടാമത്തെ സ്ട്രാറ്റ, അതായത് 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്, 15 വയസ്സ് മുതൽ 25 വയസ്സ് വരെ നമ്മൾ 3 ഡോസാണ് ഉദ്ദേശിക്കുന്നത്. 0 to 6, അതായത് ഒന്ന് ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസും 6 മാസം കഴിഞ്ഞിട്ട് 3 ഡോസസും. ഇങ്ങനെയാണ് ഷെഡ്യൂൾ. 26 വയസ്സ് മുതൽ 45 വയസ്സ് വരെ വാക്സിൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അതൊരു ഷെയർഡ് ഇൻഫർമേഷൻ വെച്ചിട്ട്, അതായത് അവരുടെ ഡോക്ടർക്ക് സംസാരിച്ചിട്ട് ഡോക്ടർ അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു 26 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്ഷുവലി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമുക്ക് ഓൾറെഡി ഈ ഒരു HPV അണുബാധ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് നേരത്തെ പ്രതീക്ഷിച്ച അത്ര ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു 45 വയസ്സ് വരെ വാക്സിൻ കൊടുക്കുന്നതിലും തെറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ പൊതുവെ ഇങ്ങനെയാണ് നമ്മൾ HPV വാക്സിന്റെ ഷെഡ്യൂള് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും HPV വാക്സിൻ ഇത്രത്തോളം പോപ്പുലർ ആവാത്തതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയപ്പെടുന്നത് ഇതിന്റെ കോസ്റ്റാണ്, വാക്സിന്റെ കോസ്റ്റാണ്. നമ്മളിപ്പോൾ ഞാൻ ഈ പറഞ്ഞ വാക്സിൻ എടുത്താണ് ക്വാർട്ടറി വാലന്റ് വാക്സിൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പൊതുവെയുള്ള ഗാർഡാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിനാണ്. ഗാർഡാസിലിന് ഏകദേശം നമ്മൾ റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3800 രൂപ റേറ്റ് വരും ഗാർഡാസിൽ വാക്സിൻ. ഗാർഡാസിലിന്റെ ഈ നോണോവാലന്റ് വാക്സിൻ, അതായത് 9 സ്ട്രെയിനെ കവർ ചെയ്യുന്ന നോണോവാലന്റ് വാക്സിന്, അതും ഗാർഡാസിൽ 9 എന്നുള്ള പേരിലാണ് ഇപ്പോൾ വരുന്നത്. അതിന് ഏകദേശം 10000 രൂപയുടെ മുകളിൽ വരും. അപ്പൊ ഇങ്ങനെ ഒരു 3 ഡോസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 30000 രൂപയുടെ അടുത്ത് വരും ഒരു കംപ്ലീറ്റ് ഷെഡ്യൂൾ തീർക്കാൻ, ഒരു വാക്സിന്റെ തീർക്കാൻ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതിന്റെ കോസ്റ്റ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ക്രൈറ്റീരിയ പ്രകാരം WHO ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെ മറികടക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 3 ഡോസ് ഒന്നും എടുക്കാൻ കഴിയില്ലെങ്കിൽ 1-2 ഡോസ് എടുത്താൽ തന്നെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് 1-2 ഡോസും എടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. ഇത് കൂടാണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ നിന്ന് സെർവൈക്കൽ ക്യാൻസറിന്റെ വാക്സിൻ വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുതിയ വാക്സിൻ, സെർവവാക് എന്നുള്ള പേരിൽ ഒരു പുതിയ വാക്സിൻ ഈ അടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാക്സിനും ഏകദേശം ഇപ്പൊ നമുക്കുള്ള ഗാർഡാസിൽ വാക്സിന്റെ അത്ര തന്നെ പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒരു വാക്സിനാണ്. കോസ്റ്റും ഏകദേശം ഈ പുറത്തുള്ള നമ്മുടെ ഗാർഡാസിൽ വാക്സിന്റെ ഏകദേശം പകുതിയോളമാണ്. അതായത് ഒരു സിംഗിൾ ഡോസിന് ഏകദേശം 2000 രൂപയെ വരുന്നുള്ളൂ. എന്തുകൊണ്ടും സെർവൈക്കൽ ക്യാൻസർ തടയാൻ ഉള്ള ഏറ്റവും നല്ല മാർഗത്തിൽ ഒന്നാണ് നമ്മളുടെ സെർവൈക്കൽ ക്യാൻസർ വാക്സിനേഷൻസ്. ഇന്ന് വാക്സിൻസ് ധാരാളം അവൈലബിൾ ആണ്. സെർവൈക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സെർവൈക്കൽ ക്യാൻസർ വാക്സിൻസ്.